സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കവേ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് വടക്കൻ കേരളത്തിൽ. അത്തരത്തിൽ ഒരു മണ്ഡലമാണ് വടകര. LDF നിന്ന് UDF പിടിച്ചെടുത്ത മണ്ഡലത്തിൽ ഇക്കുറി ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കരുത്തനായ NDA സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ വടകരയിലെ വീറും വാശിയും ഇരട്ടിക്കും. വിവരങ്ങളുമായി രമ്യാദാസ് ചേരുന്നു. രമ്യ, എല്ലാ മണ്ഡലവും വളരെ പ്രാധാന്യമുള്ളതാണ്, പക്ഷേ വടകര മണ്ഡലത്തിന് ചില പ്രാധാന്യം കണക്കാക്കുന്നു. പ്രത്യേകിച്ചും രണ്ട് മുന്നണികളും മാറി മാറി ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് വടകര. ഇത്തവണ NDAയ്ക്കും അവിടെ ശക്തനായ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ശക്തിയായ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വടകരയുടെ ഒരു രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ പറയാൻ കഴിയുക? തീർച്ചയായും വിനോദ്, ഈ തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിൽ പല മണ്ഡലങ്ങളും വലിയ തോതിൽ തന്നെ ചർച്ചയാവുന്നുണ്ട്. കാരണം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വലിയ ചർച്ചയാവുന്നത്. അതിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് നമുക്ക് ഒഞ്ചിയം എന്ന് തന്നെ പറയാം. കാരണം ഈ ഒഞ്ചിയം സമരം ഉൾപ്പെടെ വലിയ ഐതിഹാസികമായ സമരങ്ങൾ നടന്നൊരു മേഖലയാണ് ഈ ഒഞ്ചിയം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ CPM വലിയ തോതിൽ മേൽക്കോയ്മ നേടിയിരുന്നൊരു സ്ഥലമാണ് ഈ ഒഞ്ചിയം. പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ഇത്തരത്തിൽ ഈ RMP ആണ് വലിയ തോതിൽ ഒരു മുന്നേറ്റം ഒഞ്ചിയത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെയാണ് ഇത്തവണയും ഈ ഒരു ഒഞ്ചിയത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരുമ്പോൾ ഈ ഒഞ്ചിയം വളരെ പ്രാധാന്യം അറിയിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ RMP നേതാവ്, അതായത് TP ചന്ദ്രശേഖരൻ്റെ ഭാര്യയായിട്ടുള്ള KK രമയാണ് ഇത്തരത്തിൽ ഇവിടെ മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. 2 തവണയായിട്ട് KK രമയാണ്. കാരണം CPM നിന്നും ജനതാദളാണ് വർഷങ്ങളായി തന്നെ അവിടെ മത്സരിച്ചിരുന്നത്. കഴിഞ്ഞ മുൻ വർഷങ്ങളെല്ലാം CK നാണു ജയിച്ചൊരു മണ്ഡലമാണ്. ആ ജയിച്ച മണ്ഡലത്തിലാണ് കഴിഞ്ഞ 2 തവണയായിട്ട് KK രമ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച് മുന്നേറി വരുന്നൊരു കാഴ്ച. അതിനാൽ തന്നെയാണ് ഈ ഒഞ്ചിയം വളരെ പ്രാധാന്യം അറിയിക്കുന്നത്. ഇത്തവണയും പോരാട്ടം കടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഏറെക്കുറെ UDFൻ്റെ പിന്തുണയോടുകൂടി തന്നെ RMP KK രമ തന്നെയാണ് ഇത്തവണയും മത്സരിക്കുക. അപ്പോൾ ഇടതുപക്ഷത്ത് നിന്ന് ആരാകുമെന്ന് തന്നെയാണ് ഇവിടെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചോദ്യം. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ജനതാദളിന്റെ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ ഒഞ്ചിയം മേഖല. അതിനാൽ തന്നെ ഇത്തവണയും, അതായത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒഞ്ചിയം വളരെ വടകരയല്ലേ? ക്ഷമിക്കണം വിനോദ്, വടകര. കാരണം ഒഞ്ചിയം മേഖലയാണ്, ഒഞ്ചിയത്താണ്. തീർച്ചയായും വടകര മേഖല, അതായത് ഒഞ്ചിയം മേഖലയാണ്. അതായത് ഒഞ്ചിയമാണ് ഇത്തരത്തിലൊരു പ്രധാനം അറിയിക്കുന്ന ഒരു, നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് എൻ്റെ പാകപ്പിഴയാണ്. കാരണം ഒഞ്ചിയത്തെ ഒരു രാഷ്ട്രീയമാണ് വടകരയിൽ തെളിയുന്നത്. ഒഞ്ചിയത്തെ ഒരു രാഷ്ട്രീയം തന്നെയാണ് വടകരയിൽ തെളിഞ്ഞു വരുന്നത്. പ്രത്യേകിച്ചും KK രമ 2 തവണയായി MLA ആയി തുടരുന്നു. അപ്പോൾ ഒഞ്ചിയത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം തന്നെയാണ് വടകരയുടെ അതെ വടകരയുടെ ജനവിധിയെ ബാധിച്ചത് ഒഞ്ചിയം മേഖല തന്നെയാണ്. അപ്പോൾ ഒഞ്ചിയം എന്ന് മാറി പറഞ്ഞെങ്കിലും ഒഞ്ചിയത്തിന്റെ രാഷ്ട്രീയമാണ് വടകരയിലൂടെ പുറത്തു വരുന്നത്. തീർച്ചയായും. കാരണം കഴിഞ്ഞ 2 വർഷങ്ങൾ, അതായത് TP ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷമാണ് ഇത്തരത്തിൽ RMP ഒരു മേഖലയിൽ വലിയ തോതിലുള്ള ഒരു അപ്രമാദത്തിലേക്ക് വരുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കാലമായിട്ട് CPM-നോടൊപ്പം അല്ലെങ്കിൽ ജനതാദളിൻ്റെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജയിച്ച് മുന്നേറി വരുന്നത്. പക്ഷേ ഈ TP ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷമാണ് RMPക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 2 തവണയായി ഇവിടെ KK രമ MLA ആയി തിരഞ്ഞെടുത്ത് വരുന്നു. അത്തരത്തിലാണ് ഈ ഒരു മേഖല വളരെ പ്രാധാന്യം അറിയിക്കുന്നത്. കാരണം ഈ മേഖലയിൽ ഉൾപ്പെടെ, കാരണം ഈ ഒഞ്ചിയം സമരമൊക്കെ നടന്ന ഒരു സ്ഥലമാണ്. അത്തരത്തിൽ ഇതുവരെയായിട്ടും CPM-ന്റെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ മത്സരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്നാൽ ഇത്തവണ ഈ KK രമ മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ CPM, അതായത് ചിഹ്നത്തോടു കൂടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളൊരു ആവശ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നോക്കി കാണേണ്ടതാണ്. കാരണം ഈ 1960 ശേഷം തന്നെയാണ് ഈ സോഷ്യലിസ്റ്റ് പാർട്ടി മാത്രം ജയിച്ചിരുന്നൊരു മണ്ഡലമാണിത്. അതിനാൽ തന്നെ ഇത്തവണ CPM ചിഹ്നത്തോടു കൂടിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളതാണ് ആവശ്യം. കഴിഞ്ഞ തവണ അറിയാം, നമുക്ക് 99 സീറ്റ് നേടി LDF വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് വരുമ്പോഴും ഇവിടെ KK രമയുടെ വിജയം ഇവർക്ക് വലിയ തോതിലുള്ളൊരു പരാജയം തന്നെയായിരുന്നു. അത്തരത്തിൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ ഒരു ഇടം. ഇത്തവണ വലിയ തോതിൽ ഒരു ശക്തനായ ഒരു NDA സ്ഥാനാർത്ഥി കൂടി വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചിത്രം, കാരണം ഇവിടുത്തെ ഈ പ്രദേശത്തെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടുതൽ ശക്തി ആർജിക്കും അല്ലെങ്കിൽ പോരാട്ടം കടുക്കുമെന്ന് തന്നെയാണ് വിനോദ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തവണ LDF ജനതാദളിന് തന്നെ ആയിരിക്കുമോ സീറ്റ്, അതോ CPM ഏറ്റെടുക്കുമോ? അത്തരം കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ രമ്യ?
ഇത്തവണ വിനോദ് ഇത്തരത്തിൽ ഈ ഒരു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 60-ന് ശേഷം ജനതാദളാണ് തുടർച്ചയായി ഇവിടെ മത്സരിച്ച് വിജയിച്ചു വരുന്നത്. കഴിഞ്ഞ 2 തവണയായിട്ടാണ് ഇത്തരത്തിൽ RMPക്ക് വലിയൊരു മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തവണ KK രമ തന്നെ മത്സരിക്കുകയാണെങ്കിൽ CPM ഏറ്റെടുക്കണം, ഈ ജനതാദളിൽ നിന്നും ഈ സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. കാരണം KK രമയ്ക്ക്, അതായത് RMPക്ക് വലിയ വേരോട്ടമുള്ള മണ്ഡലമാണ് ഇത്. TP ചന്ദ്രശേഖരന്റെ വധത്തിനു ശേഷമാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു RMPയുടെ മുന്നേറ്റം ആ മേഖലയിൽ ഉണ്ടാകുന്നത്. കൂടാതെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഷാഫിക്ക്, അതായത് ഷാഫി പറമ്പിലിന് വലിയ തോതിലുള്ള മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കാൻ UDFന് സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ UDFന്റെ അപ്രമാദിത്വത്തെ ഇവിടെ തകർക്കുക എന്ന് തന്നെയാണ് CPM ഇത്തവണ ലക്ഷ്യം വെക്കുന്നുണ്ടാവുക. അത്തരത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ശക്തനായ കരുത്തുറ്റൊരു സ്ഥാനാർത്ഥി ഇവിടെ ഇറക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് CPM LDF നീങ്ങുന്നത്. വടകര മണ്ഡലം ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമാണ്. കാരണം KK രമ TP ചന്ദ്രശേഖരന്റെ ഭാര്യ 2 തവണ ഇവിടെ RMP സ്ഥാനാർത്ഥിയായി UDFന്റെ പിന്തുണയോടെ KK രമ വിജയിക്കുന്ന സാഹചര്യം. നേരത്തെ RMP ഒറ്റയ്ക്ക് അവിടെ മത്സരിച്ചിരുന്നു, അന്ന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല, പക്ഷെ നല്ല വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പശ്ചാത്തലം പിന്നീട് മാറി RMP അങ്ങനെ UDFന്റെ ഘടകകക്ഷിയാവുന്നു. അതെ, അപ്പോൾ CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ ഒരു പോരാട്ടം എന്നുള്ള നിലയിലാണ് വടകര ശ്രദ്ധിക്കപ്പെടുന്നത്.